IPL ടീമുകളിൽ നമ്മൾ അടുത്തതായി പറയാൻ പോകുന്നത് ഏറ്റവും അഗ്രസീവായിട്ടുള്ള ഒരു ടോപ്പ് 5 ഉള്ള ഒരു ടീമിനെ കുറിച്ചാണ്. പേര് പ്രത്യേകം എടുത്തു പറയേണ്ട ആവശ്യമില്ല. സൺറൈസേഴ്സ് ഹൈദരാബാദ്, ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ക്ലാസൻ, പിന്നെ നിതീഷ് കുമാർ റെഡ്ഡി, ഇവരുടെ കൂട്ടത്തിലേക്ക് പുതുതായി വന്നിട്ടുള്ള ഇഷാൻ കിഷൻ. ഈ ഒരു ടീമിനെ തോൽപ്പിക്കാൻ മറ്റ് ടീമുകൾ പ്രയാസപ്പെടില്ലേ? തീർച്ചയായും. എനിക്കിപ്പം ഏറ്റവും ആദ്യം പറയാനുള്ളത് ഇപ്പം IPL കാണാത്തവരായാൽ കൂടി സമയം കിട്ടാത്തവരും കൂടി ഹൈദരാബാദിൻ്റെ ബാറ്റിംഗ് എന്തായാലും കണ്ടിരിക്കണം. അത് ഈ പറഞ്ഞ താരങ്ങൾ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം 3 തവണയാണ് 250 മുകളിലേക്ക് സ്കോർ പോയത്. അത്രയും മികച്ചൊരു ടീമാണിത്. ബാറ്റിങ്ങിൽ എന്ത് സംഭവിക്കാം, നമ്മൾ രണ്ടും പറയണല്ലോ, കഴിഞ്ഞ ഫൈനൽ ഉൾപ്പെടെ പറയണം. ഒന്നുകിൽ ചിലപ്പോൾ പെട്ടെന്ന് കൂടാൻ കയറിയേക്കാം. അവിടെ നിന്ന് കളിക്കുന്നുണ്ടെങ്കിൽ അഭിഷേക് ശർമ്മനെ പോലുള്ള താരങ്ങൾ, നിതീഷ് കുമാർ റെഡ്ഡി ആയാലും ഹെഡായാലും ക്ലാസനായാലും അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട, ഒരു സൂപ്പർ എൻ്റർടൈനർ ആയിരിക്കും, ഒരു സംശയവും ഇല്ല. അങ്ങനത്തെ ടീമാണ്. ഇപ്പം ഇഷാൻ കിഷനെ പോക്കറ്റ് ഡൈനാമൊക്കെ പറയുന്നത്, പക്ഷേ അദ്ദേഹം എത്തിപ്പെട്ടത് ഒരു വലിയ ഫാക്ടറിയിലേക്കാണ്, ഇത്തരത്തിലുള്ള ഒരു ഫാക്ടറിയിലേക്കാണ്. അവിടെ പൊട്ടിത്തെറിയുടെ അഭിഷേകം തന്നെയായിരിക്കും നമുക്ക് അഭിഷേക് ശർമ്മയുടെ ഉൾപ്പെടെ. അപ്പം ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്ന ഒരു ടീം, ഈ പറഞ്ഞ പോലെ തന്നെ അധികം ഫാനുകളൊന്നും ഇല്ലാത്ത, ഫാൻ ഫൈറ്റുകളൊന്നും ഇല്ലാതെ നടക്കാത്ത ഒരു ടീമാണ് ഹൈദരാബാദ്. പക്ഷേ ഏറ്റവും മികച്ച ബാറ്റിംഗ് ലൈനപ്പ് ആയിട്ട് വരുന്നത്, ഏറ്റവും മികച്ച T20ക്ക് പറ്റിയ ഫോർമാറ്റിലേക്കുള്ള ടീമായിട്ട് വരുന്നതാണ് കുമ്മിൻസ് സംഘവും. അത് കാണാൻ വേണ്ടി തന്നെയാണ് ഇപ്പം നിൽക്കേണ്ടത്. ഈ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷം റണ്ണേഴ്സ് അപ്പായി പോയിന്റ് വന്നെങ്കിൽ 250 റൺസ് എടുത്തിട്ടുണ്ട്. 287 സംതിങ് അടിച്ചിട്ടുണ്ടായിരുന്നു. 257 ഒരു മത്സരത്തിൽ അടിച്ച ടീമാണ്. ഞാൻ തീർച്ചയായും ഞാൻ പ്രതീക്ഷിക്കുന്നത്, കഴിഞ്ഞ സീസണിൽ ഞാൻ പ്രതീക്ഷിച്ചാണ് 257 അടിച്ച ടീം 300 കടന്നേക്കും ഞാൻ പ്രതീക്ഷയായിരുന്നു. ആ റെക്കോർഡ് അത് അന്നപ്പം നടന്നില്ലെങ്കിൽ ഇപ്രാവശ്യം അത് നടന്നേക്കും. കാരണം ഇഷാൻ കിഷൻ ഉൾപ്പെടെയുണ്ട്. 1 ഡൗൺ ആണ് ഇഷാൻ കിഷൻ ഇറങ്ങുന്നത്. അവിടുന്ന് തുടങ്ങി എന്താ ഫസ്റ്റത്തെ കഴിഞ്ഞിട്ട് 1 ഡൗണിലേക്ക് ഇറങ്ങുമ്പോഴേക്ക് ഒരു ഇതും ഉണ്ടാവില്ല. കണ്ണും മൂക്കൂല തട്ടിയായിരിക്കും, ഒരു ജാക്ക് പുകയായിരിക്കുന്നത് സംശയമില്ല. 300 കടന്നില്ലെങ്കിൽ മാത്രമേ വിഷമമുണ്ടാവും. അങ്ങനത്തെ ഒരു ടീമാണ്. അതിപ്പം ഈ പറഞ്ഞ പോലെ എതിർ ടീമിലെ ബോളർമാരെ അവരെക്കുറിച്ച് നമുക്കൊന്ന് സഹതപിക്കാനായിട്ട് വേറൊരു വഴിയും ഉണ്ടാവില്ല. അതായിരിക്കും അവസ്ഥ. ഏത് ക്ലാസ് ബോളർ ആയാലും അത് നമ്മൾ നേരത്തെ നമ്മൾ പറയാറുണ്ട്, ഒരു ബൂംറയോ സുനിൽ നരേനൊക്കെ വരുന്നെങ്കിൽ നമ്മൾ ആ 4 ഓവർ കഴിഞ്ഞിട്ട് ടീമിന് നോക്കിയാൽ മതി. ബൂംറ എറിയുന്ന 4 ഓവർ, നരേൻ എറിയുന്ന 4 ഓവർ, ഇത് കഴിഞ്ഞിട്ട് ടീമിന് 16 ഓവർ കിട്ടുന്നു. പക്ഷേ ഹൈദരാബാദിന് മുല്ലത്തമ്മളേക്ക് ഇതൊന്നും ഉണ്ടാവില്ല. 20 ഓവർ ഏത് താരമാണ് ഏത് ബോളറാണെന്ന് നോക്കില്ല, ബോളെല്ലാം അതിർത്തിക്ക് അപ്പുറത്തേക്ക് പറക്കുമായിരിക്കും. അത് കാണാം. അപ്പം കൈവശം കിട്ടാണ്ട് പോയ കിരീടം ഇപ്രാവശ്യം ഹൈദരാബാദിന് കിട്ടിയാൽ ഒരു അത്ഭുതമില്ല. കിട്ടിയില്ലെങ്കിൽ മാത്രം അത്ഭുതപ്പെട്ടത്. അത്തരം ഒരു ടീം തന്നെയാണ് ഇത്. തീർച്ചയായും. ഇപ്പം നമ്മൾ T20 ക്രിക്കറ്റിന്റെ കാര്യം പറയുകയാണെങ്കിൽ ആദ്യത്തെ 6 ഓവർ എന്ന് പറയുന്നത് ഭയങ്കര പ്രധാനപ്പെട്ട ഒരു ടീമിന് മികച്ച തുടക്കം കൊടുക്കുക എന്നുള്ള രീതിയിൽ എനിക്ക് തോന്നുന്നു വളരെ അഗ്രസീവായിട്ട് സൺറൈസേഴ്സ് ഉപയോഗപ്പെടുത്തുന്നതും ഈ ഒരു 6 ഓവർ തന്നെയാണ്. അതായത് ഗ്രൗണ്ട് ഇതിനകത്ത് പുറത്ത് ഫീൽഡേഴ്സ് കുറവാകുന്ന ഒരു സർക്കിളിനുള്ളിലാവും കൂടുതൽ ഫീൽഡേഴ്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് മാക്സിമം അടിച്ച് റണ്ണ് കയറ്റുക എന്ന ഒരു ലക്ഷ്യം, അത് ആ സ്ട്രാറ്റജി അതുപോലെ തന്നെ ഇത്തവണ കൊണ്ടുപോകും എന്നതിന്റെ ഒരു ലക്ഷണം കൂടിയാണോ ഈ ടീമിനെ അങ്ങനെ തന്നെ നിലനിർത്തുകയും അതുപോലെ തന്നെ ഇഷാൻ കിഷനെ കൊണ്ടുവരികയൊക്കെ ചെയ്തതിന്റെ പിന്നിൽ ലക്ഷ്യം അത് തന്നെ ആയിരിക്കില്ലേ? തീർച്ചയായും. നമുക്കറിയാം, ഇപ്പം ഈ നമ്മൾ പണ്ട് സെവാഗിന്റെ കാര്യം പറയലുണ്ട്. ഈ മറ്റേ പാകിസ്ഥാനായിട്ട് കളിയിൽ അക്തറിന് കളിക്കുമ്പം മുട്ടിയിട്ടായി എന്ന് പറഞ്ഞാലും അക്തർ കേൾക്കില്ല, സെവാഗ് കേൾക്കില്ല. എങ്ങനെ ഏത് ബോളറായാലും സെവാഗ് അടിച്ച് കളിക്കുന്നു. അതുപോലെ മുട്ടി കളിക്കാൻ അറിയാത്ത ടീം തന്നെ പറയാൻ പറ്റും. അങ്ങനത്തെ 2 പേരാണ് ഓപ്പണിംഗ് ഇറങ്ങുന്നത്. അതിന് പുറമെ ഇറങ്ങുന്ന ഇഷാൻ കിഷനായാലും അതിന് അപ്പുറത്തേക്ക് പറയാൻ പറ്റും. ഒട്ടും ഇഷാനിന് ഓപ്പണിംഗ് ഇറങ്ങുന്നില്ല, ഒരു മുംബൈയിൽ ഓപ്പണിംഗ് ഇറങ്ങിയാണ്. അപ്പോൾ അത് പറയാൻ പറ്റും. പക്ഷേ ഓപ്പണിംഗ് ഇറങ്ങേണ്ട ആവശ്യമില്ല. ഇവിടെ ഓപ്പണിംഗ് കളിക്കാൻ അഭിഷേകും പിന്നെ ഹെഡും ഉണ്ട്. അഭിഷേകിന്റെ ഒക്കെ ബാറ്റ് നമുക്കറിയാം. പിന്നെ യുവരാജിന്റെ അഭിഷേകിനെ ട്രാവിസ് ഹെഡിനെയും കൂടിയിട്ട് അതന്നെയാണ് ഇപ്പോൾ വരുന്നത്. അഭിഷേകിനെ കൂടെ നടക്കാൻ വേണ്ടി പോകുന്നത്. ആ ഓപ്പണിംഗിൽ അവർ രണ്ടും അടിക്കുന്നത്, പവർ പ്ലേയിൽ അവർ നിന്ന് കളിച്ചാൽ റണ്ണ് അപ്പോഴേക്ക് തന്നെ 100 കടന്നിട്ടുണ്ടെന്ന് ഒരു സംശയമില്ല. അതിൽ 5 ഓവർ തന്നെ 100 കടന്ന ടീമൊക്കെയാണ്. അപ്പം അത് ഉറപ്പാണ്, നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അത് ഒരു വിക്കറ്റ് വീണ് പോയാലൊന്നും ആശ്വസിക്കാൻ, ആ വിക്കറ്റ് വീഴരുതേന്ന് മാത്രമേ എത്തിയും ആഗ്രഹിക്കൂ. ഇറങ്ങാൻ പോകുന്ന ഇഷാൻ കിഷനായിരിക്കും. അതിൽ എന്താ നടക്കുന്നതെന്ന് പറയാൻ പറ്റില്ല. നമുക്കറിയാം അങ്ങനെ ക്ലാസ്സിനാണ് വരുന്നത്. ഒരു വിക്കറ്റ് വീണാൽ നെഞ്ചിടിപ്പ് കൂടുന്ന മൊത്തം ടീം ക്യാപ്റ്റൻ നെഞ്ചിടിപ്പ് കൂടുന്ന ഒരു അവസ്ഥയിലേക്ക് പോകുന്നത്. അത് അത്രയും നല്ലൊരു ടീമാണ്. ആ ഇപ്പോൾ പറഞ്ഞാൽ തന്നെ പവർ പ്ലേയിൽ തന്നെ പരമാവധി റണ്ണിൽ അടിച്ച് കയറ്റുക എന്നുള്ളതാണ്. ആ ബേസിലായിരിക്കും പിന്നീട് അവരുടെ ബാറ്റിംഗ് മുന്നോട്ട് പോകുന്നത്. അപ്പം പവർ പ്ലേയിൽ തന്നെ മികച്ചൊരു ബാറ്റിംഗ് വീട് നമുക്ക് പ്രതീക്ഷിക്കാം. T20 ക്രിക്കറ്റ് നമുക്ക് ബൗളർമാരുടെ കൂടി കളിയാണെങ്കിൽ എന്നും ബാറ്റിങ്ങിന്റെ ഒരു വെടിക്കെട്ടാണെന്ന് പ്രതീക്ഷിക്കാം. അത് ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകുന്നത് ഹൈദരാബാദാണ്. അതിന്റെ ഏറ്റവും നല്ല പതിപ്പിന് ഏറ്റവും നല്ല ടീമിനായിട്ടാണ്, പണിക്കാരുമായിട്ടാണ് അവർ വരുന്നത്. ഇത് ഗംഭീരമായിരിക്കും തീർച്ചയായും. ഇപ്പൊ നമ്മൾ ടീമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു ആദ്യത്തെ 5 താരങ്ങളുടെ കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ട്രാവിസ് ഹെഡ്, അഭിഷേക് ശർമ്മ, ഇഷാൻ കിഷൻ, നിതീഷ് കുമാർ റെഡ്ഡി, ക്ലാസൻ. 6ാമത്തെ പൊസിഷനിൽ അനികേത് വർമ്മ. അദ്ദേഹത്തിന്റെ ആദ്യ IPL ഇതാണ്. പിന്നെ അഭിനവ് മനോഹർ, അതുപോലെ തന്നെ 8ാം നമ്പറിൽ പിന്നെ പാറ്റ് കമ്മിൻസ് ആണ് വരുന്നത്, ഹർഷൽ പട്ടേൽ. ബാറ്റിംഗ് ഡെപ്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ ടോപ്പ് 5 കഴിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചൊരു ഡെപ്ത് കുറവ് അനുഭവപ്പെടുന്നുണ്ടാവും. അത് ഈ പറഞ്ഞ താരതമ്യേന പുതുമുഖ താരങ്ങളാണ്, ആഭ്യന്തര താരങ്ങളൊക്കെയാണ് വരുന്നതെങ്കിൽ കൂടി
അതിനൊരു സച്ചിൻ ബേബി ഉണ്ട്. സച്ചിൻ ബേബി ടീമിലുണ്ട്. പക്ഷേ സച്ചിൻ ബേബി അവസാനമായിട്ട് IPL കളിച്ചത് 2021-ലാണ്. അതെ. പക്ഷേ നമുക്ക് ഈ പറഞ്ഞു വരുമ്പോൾ ബേബി ഉൾപ്പെടെ താരങ്ങളോട് ഉണ്ടെങ്കിലും നമുക്ക് അതിലേക്ക് എത്തുന്നില്ല പ്രദർശനം. ഈ പറഞ്ഞ 5 താരങ്ങളുടെ അതിൽ ഏതെങ്കിലും ഒരു താരം ഒരു ദിവസം മിന്നിയാൽ മതി. ഒരു താരം ഒരു ദിവസം കളിച്ചാൽ തന്നെ ഹൈദരാബാദിൻ്റെ ടോട്ടലിലേക്ക് ഒരു പ്രശ്നം വരുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഫോം ഔട്ടായി പോകുന്ന ഒരു ദിവസം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നില്ല. അങ്ങനത്തെ ഒരു ടീമാണല്ലോ. അപ്പം ആ ഒരു മിഡിൽ ഓർഡറിൻ്റെയും ലോവർ മിഡിൽ ഓർഡറിൻ്റെയും പ്രശ്നം ബാറ്റിംഗ് ഡെപ്തിനെ ബാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അത്രയ്ക്ക് നല്ല പവർ പ്ലേ തന്നെ ഈ ടീം അടിച്ച് കയറ്റിയേക്കാം. പക്ഷേ പ്രശ്നമുണ്ട്, അതൊരു ഫാക്റ്റാണ്. പവർ പ്ലേ മുൻനിര തകർന്നാൽ മധ്യനിരയിൽ പിടിച്ച് നിർത്താൻ പറ്റിയ അനുഭവസമുള്ള താരങ്ങളില്ല. ക്ലാസ് ബൗളർമാർക്ക് മുമ്പിൽ എത്തുമ്പോഴേക്കും അവർക്ക് മുട്ടിടിച്ചേക്കാം. അതിനുള്ള സാധ്യത അവിടെ കാണുന്നുണ്ട്. അല്ല, അത് സമാനമായൊരു ഇത് തന്നെയല്ലേ കഴിഞ്ഞ മത്സരത്തിന്, കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ അതുവരെ മികച്ച വെടിക്കെട്ടോ എല്ലാമൊക്കെ നടത്തിയിരുന്നൊരു ഇത്. ഇപ്പൊ ട്രാവിസ് ഹെഡ് പോലും അവസാന മത്സരങ്ങളിൽ ചെറുതായി നിറമങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. ഇപ്പൊ ഫൈനലില് വെറും 113 റൺസിനാണ് ഇതേ സൺറൈസേഴ്സ് ഇത്രയും 3 തവണ 250 ഒക്കെ അടിച്ച ടീം. അല്ല, അത് നമ്മൾ പറയുമ്പോൾ അതാണ് ഇപ്പം പറഞ്ഞത്. ഈ പറഞ്ഞ പോലെ തന്നെ എന്തും പ്രതീക്ഷിക്കുന്ന ടീമാണ്. ഒന്നൊക്കെ നിന്നടിച്ച സ്കോറങ്ങ് പോകുന്നതാണ്, ഇല്ലെങ്കിൽ എല്ലാവരും കൂടെ കൂടുതൽ കയറുന്ന കാണാം. അത് രണ്ടും പ്രതീക്ഷിക്കാം ഈ ടീമിൽ നിന്ന്. പക്ഷേ അതിൽ സാധ്യത വളരെ കുറവാണ്. ഇപ്പം ഇഷാൻ കിഷൻ ഉൾപ്പെടെയുള്ള ബാറ്റിംഗ് ഡെപ്ത് കൂടുമ്പം, ആ സ്ഫോടനത്തിന് ശേഷി കൂടുമ്പം നമുക്ക് ടെൻഷൻ അടിക്കേണ്ടി വരില്ല എന്ന് അങ്ങനെ ഒരു കളിയിലേക്ക് പോകുന്ന എനിക്ക് തോന്നുന്നില്ല. മിനിമം ഒരു 120 മുകളിലേക്കുള്ള സ്കോർ എന്തായാലും ഈ ഹൈദരാബാദിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഫൈനൽ ഉൾപ്പെടെ നമുക്കറിയാം മത്സരമാണ്, എന്ത് സംഭവിക്കാം. പക്ഷേ എനിക്ക് പ്രശ്നം തോന്നുന്നില്ല. ഈ സച്ചിൻ ബേബി ഉൾപ്പെടെ ടീമിൽ സച്ചിൻ ബേബിക്ക് എത്രത്തോളം അവസരം കിട്ടുന്ന കണ്ടിട്ടുണ്ട്. പക്ഷേ നിലവിലെ ആഭ്യന്തര ഫോമിലെ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തെ കളിപ്പിച്ചാലും അത്ഭുതപ്പെടാനൊന്നുമില്ല. കളിപ്പിക്കേണ്ടത് തന്നെയാണ്. കളിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ പ്രതീക്ഷിച്ച് തന്നെ ഇരിക്കുന്നത്. പക്ഷേ ഇല്ലെങ്കിൽ തന്നെ ഈ ടോപ്പ് ഓർഡറിൽ വരുമ്പോൾ തന്നെ ടീം സെറ്റാണ് എന്നാണ് തോന്നുന്നത്. തീർച്ചയായും. ഇപ്പോൾ ബൗളർമാരുടെ കാര്യം പറയുകയാണെങ്കിൽ പാറ്റ് കമിൻസ് വരുന്നുണ്ട്, ഹർഷൽ പട്ടേൽ, രാഹുൽ ചഹർ, മുഹമ്മദ് ഷമി, ആദം സാബ. ഇതിൽ പാറ്റ് കമിൻസ് നമുക്കറിയാം ഇപ്പോൾ ചാമ്പ്യൻസ് ട്രോഫി അദ്ദേഹം കളിച്ചിരുന്നില്ല. അതുപോലെ തന്നെ റീസെന്റ് ആയിട്ട് അദ്ദേഹത്തിന് പരിക്കിന്റെ പിടിയിലായിട്ട് ഇപ്പോൾ വീണ്ടും ബൗളിംഗ് തുടങ്ങി വരുന്നു എന്ന് പറയപ്പെടുന്നുണ്ട്. ഇപ്പോൾ ബൗളിംഗ് അദ്ദേഹം ആരംഭിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഷമിയുടെ കാര്യം പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പറയുന്ന പോലെ ഒരു നീണ്ട 1.5 വർഷത്തൊക്കെ ഗ്യാപ്പ് എടുത്തിട്ട് ക്രിക്കറ്റിലേക്ക് തിരിച്ചെത്തി. ചാമ്പ്യൻസ് ട്രോഫിയിൽ മികച്ചൊരു പ്രകടനം നടത്തിയിട്ടുണ്ട് അദ്ദേഹം. ഇപ്പോൾ ആദ്യത്തെ കളിയിൽ 5 വിക്കറ്റ് വീഴ്ത്തി, ആകെ 9 വിക്കറ്റ് ടൂർണമെന്റിൽ വീഴ്ത്തി. പക്ഷെ എന്നാൽ പോലും ആ ഒരു പഴയ ഫിറ്റ്നസിന്റെ ഒരു അഭാവം, അല്ലെങ്കിൽ ആ ഒരു പഴയ രീതിയിലുള്ള ആ ഒരു ഫിറ്റ്നസിനോട് നീതി പുലർത്താൻ ഷമിക്ക് കഴിയുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമല്ലേ? ആശങ്കകൾ ഉണ്ട് യാഥാർത്ഥ്യം. പക്ഷേ ഷമിയെ നമ്മളങ്ങനെ ഒരിക്കലും ഞാൻ ഷമിയെ പോലെ താരത്തിൽ ഞാൻ അങ്ങനെ ഒരിക്കലും കുറച്ച് കാണുന്നില്ല. അദ്ദേഹം നിർണായക സമയത്ത് ടീമിന് വേണ്ടി നന്നായി. അല്ല, അത് ഞാൻ പ്രത്യേകിച്ച് എടുത്തു പറയാൻ കാരണം ഇപ്പൊ ചാമ്പ്യൻസ് ട്രോഫിയിൽ റൺസ് വഴങ്ങുന്ന കാര്യത്തിൽ അദ്ദേഹത്തിന് ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് IPL എത്തുമ്പോഴേക്കും മാറുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. കാരണം ഇതൊരു ടീമിന് അല്ല, എനിക്കതിൽ ആശങ്കയാണുള്ളത്. കാരണം ഏകദിന മത്സരത്തിൽ ഇങ്ങനെ റൺസ് വഴങ്ങിയിരുന്ന ഒരു താരം T20യിലേക്ക് വരുമ്പോൾ കൂടുതൽ അഗ്രസീവായിട്ട് ബാറ്റർമാര് കളിക്കുന്ന ഒരു ഇതില് പതറാനുള്ള ഒരു സാധ്യത. ഷമിയാണെന്നുള്ള വിശ്വാസം ഉണ്ടല്ലോ, മുഹമ്മദ് ഷമിയാണെന്നുള്ള വിശ്വാസം, അതാണ് പറയുന്നത്. ഷമി കൊൽക്കത്തക്ക് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ, ഹൈദരാബാദിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ പന്തറിയുന്ന തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ, അപ്പം വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റിയേക്കാം. പക്ഷേ അതിനനുസരിച്ച് കമിൻസ് വരുന്നുണ്ട്. പിന്നെ ഉന്നതക്കെട്ടൊക്കെ ടീമിലുണ്ട്. പിന്നെ താരങ്ങൾ ഒരുപാട്, സാംബയുണ്ട്, ഹർഷൽ പട്ടേൽ ഉണ്ട്. അപ്പം അതൊരു വലിയൊരു ഭാരം ഷമിയുടെ ചുമലിലേക്ക് വരില്ല. വലിയ പ്രശ്നമില്ലാണ്ട് തന്നെ എറിയാൻ വേണ്ടി പറ്റിയേക്കും. ഇപ്പോൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ബാറ്റിംഗ് തന്നെയാണ് സൺറൈസേഴ്സിന്റെ ശക്തി എന്ന് പറയുന്നത്. ഒരു സംശയമില്ലാണ്ട് പറയുന്നത് ബാറ്റിംഗ് തന്നെയാണ് കരുത്ത്. ഷമി ഉൾപ്പെടെയുള്ള താരങ്ങൾ, കമിൻസും സാംബയും ചാഹറും രാഹുൽ ചാഹറും താരങ്ങളുണ്ടെങ്കിൽ കൂടി അതൊന്നും പോരാ ഈ ബാറ്റിംഗ് നിരയുടെ മുകളിലെത്താൻ വേണ്ടി. ഹൈദരാബാദിന്റെ കരുത്ത് ബാറ്റിംഗ് നിര തന്നെയാണ്. തീർച്ചയായും. ഇപ്പൊ കഴിഞ്ഞ വർഷത്തെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ സൺറൈസേഴ്സ് അവസാനത്തെ 6 IPL സീസണുകളിൽ ആദ്യമായിട്ടായിരുന്നു കഴിഞ്ഞ 2024 ഫൈനലിൽ എത്തുന്നത്. അവര് ആദ്യത്തെ 7 മത്സരങ്ങളിൽ ഒരു 5 വിജയമായിട്ട് ഒരു എന്താ പറയുക, ഒരു ബാങ്, സ്റ്റാർട്ടഡ് വിത്ത് ബാങ് എന്ന് പറയുന്ന പോലെയുള്ള ഒരു തുടക്കമാണ് അവർക്ക് കിട്ടിയത്. പക്ഷെ പിന്നീട് അത് കുറച്ച് പിന്നിൽ പോവുകയും അവസാനം രാജസ്ഥാനും ഇവർക്കും ഒരേ പോയിന്റുകൾ വരികയും നെറ്റ് റൺ റേറ്റിന്റെ മാത്രം ഒരു അടിസ്ഥാനത്തിൽ അവർ 2ാം സ്ഥാനത്ത് എത്തുകയൊക്കെ ചെയ്ത്, എന്നിട്ട് എന്ത് ചെയ്യുന്ന ക്വാളിഫയറിൽ കൊൽക്കത്തയോട് പരാജയപ്പെടുന്ന ആദ്യം, പിന്നെ എലിമിനേറ്ററിൽ രാജസ്ഥാനെ തോൽപ്പിച്ച് വീണ്ടും ഒരു ഇതിലേക്ക് ഫൈനലിലേക്ക് എത്തുന്നു. പക്ഷെ പിന്നീട് പരാജയപ്പെടുന്ന ഒരു സാഹചര്യം എനിക്ക് തോന്നുന്നു. ഇത്രയും വെടിക്കെട്ട് താരങ്ങളെല്ലാം ഉണ്ടായിട്ടും അതിനെ കൃത്യമായിട്ട് കഴിഞ്ഞ വർഷം യൂട്ടിലൈസ് ചെയ്യാൻ പറ്റാതെ, അതൊരു കപ്പായിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റാത്തതിന്റെ ഒരു പ്രശ്നം, അത് ഇത്തവണ അവർക്ക് പരിഹരിക്കേണ്ടതായി വരില്ല. ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ടീമിന്റെ സ്ഥിരതയില്ലായ്മയുടെ വലിയൊരു പ്രശ്നമാണ്. ഇത്രയും നല്ലൊരു ടീം ഉണ്ടായിട്ടും കഴിഞ്ഞ വർഷം പറഞ്ഞാൽ മികച്ച തുടക്കം കിട്ടിയിട്ടും അത് വിജയത്തിലേക്ക് എത്തിക്കാൻ വേണ്ടി ഹൈദരാബാദിന് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് തോന്നുന്നില്ല വലിയ പ്രശ്നം ഉണ്ടാകും തോന്നുന്നില്ല. ഈ പ്രാവശ്യം അത് ടീം മാനേജ്മെന്റ് എന്തായാലും ശ്രദ്ധിക്കുന്നതിൽ തന്നെയായിരിക്കും. നമ്മുടെ മെൻഡർ ആയാലും ടീമിന്റെ എല്ലാ താരങ്ങളും ശ്രദ്ധിക്കുന്ന ഈ ഒറ്റ കാര്യം കിടക്കാൻ തന്നെയായിരിക്കും. അപ്പം അത് മറികടക്കാൻ വേണ്ടി പറ്റി തന്നെ ടീമിന് വലിയ പ്രശ്നങ്ങളില്ലാണ്ട് ഫൈനലിലേക്ക്, കപ്പിലേക്ക്, ക്വാളിഫയറിലേക്ക് എത്താൻ വേണ്ടി പറ്റും. പിന്നീട് കാര്യങ്ങൾ
ഈ നോക്കൗട്ട് ലൈനിൽ ഏത് റൗണ്ടിലായാലും ഇവർക്ക് യാതൊരു പ്രശ്നമില്ലാത്ത ടീമാണല്ലോ. ഈ പറഞ്ഞ ബാറ്റിംഗ് കാര്യത്തിൽ തന്നെ ആശ്രയിച്ചാണ് മുന്നോട്ട് പോകാൻ വേണ്ടി പറ്റുന്ന പ്രതീക്ഷിക്കാം. പക്ഷേ ഈ പറഞ്ഞ ഈ ഘടകങ്ങൾ പരിഹരിക്കേണ്ട പ്രശ്നങ്ങളുണ്ട്. അത് ടീം മാനേജ്മെന്റ് നല്ല ശ്രദ്ധിക്കുന്നത് കരുതാം. തീർച്ചയായും ഇപ്പോൾ നമ്മൾ ബാക്കപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ കമിന്ദു മെൻഡിസ് വരുന്നുണ്ട്, അതുപോലെ തന്നെ വിയാൻ മുൾഡർ വരുന്നുണ്ട്, ആദം സാംബ നമ്മൾ നേരത്തെ പറഞ്ഞു, ആദം സാംബയോ അല്ലെങ്കിൽ മുൾഡറെ ഇവർ രണ്ടുപേരിൽ ഒരാളെയൊക്കെ കളിപ്പിക്കാനാണ് സാധ്യത. ഈ ബാക്കപ്പ് ഉണ്ട് എന്നെങ്കിൽ പറയുമ്പോൾ പോലും ബാറ്റിംഗ് ആണ് തീർച്ചയായും സൺറൈസേഴ്സിന്റെ ശക്തി. എന്തായാലും അവർക്ക് ഈ പറയുന്ന തന്ത്രങ്ങൾ ഇപ്പം കോച്ചിന് ഡാനിയൽ വെറ്റോറിയനുള്ള കോച്ച് അവരുടെ തന്ത്രങ്ങൾ എത്രത്തോളം വരുമെന്നും കണ്ടറിയേണ്ടതുണ്ട്. അതിലാണ് ടീമിന്റെ മുന്നോട്ടുള്ള യാത്ര ഇരിക്കുന്നത്. ഈ താരങ്ങൾ ഉണ്ടായിട്ടുണ്ട് മാത്രം കാര്യമില്ല. എന്തായാലും ഈ തവണത്തെ ആ ഒരു ബാറ്റിംഗ്, സ്ഫോടനാത്മകമായ ഒരു ബാറ്റിംഗ് കാഴ്ചവെച്ച് ആ ബാറ്റിംഗ് ഒരു കിരീടത്തിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സൺറൈസേഴ്സിന് കഴിയട്ടെ എന്ന് നമുക്ക് ആശംസിക്കാം. തീർച്ചയായും.